നമസ്കാരം. ജീവിതത്തിൽ ഉയർച്ചകളും സമ്പത്തും സ്വാധീനവും വർദ്ധിക്കുമ്പോൾ പലർക്കും സംഭവിക്കുന്ന ഒരു അപകടകരമായ മാറ്റമുണ്ട്. തങ്ങളെ ഉയർത്തിയ കൈകളെ മറക്കും. സ്വന്തം വിജയത്തിന്റെ പടവുകൾ കെട്ടിപ്പടുത്ത സാധാരണ മനുഷ്യരുടെ വിയർപ്പിനെയും കണ്ണീരിനെയും അവഗണിക്കും. അത് സ്വാഭാവികമാണ്. ഒരു സ്ഥാപനം ഉയരുന്നത് ഒരാളുടെ കഴിവുകൊണ്ട് മാത്രമല്ല. അവിടെ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ വിയർപ്പും രാത്രി ഉറങ്ങാതെ കാവലിരിക്കുന്ന ജീവനക്കാരന്റെ ജാഗ്രതയും കുറഞ്ഞ ശമ്പളത്തിൽ പോലും വിശ്വസ്തയോടെ ജോലി ചെയ്യുന്ന സാധാരണ മനുഷ്യരുടെ സഹനവുമാണ് അതിൻ്റെ അടിസ്ഥാനം. ഇന്ന് ചിലയിടങ്ങളിൽ കാണുന്നത് സ്വന്തം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ വേതനവും ആനുകൂല്യങ്ങളും മാസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളം പോലും കൊടുക്കാതെ പിടിച്ചു വയ്ക്കുന്നതാണ്. അതേസമയം സ്വന്തം ആഡംബരങ്ങൾക്കും പ്രശസ്തിക്കും അധികാര പ്രദർശനങ്ങൾക്കും ഒക്കെ ധാരാളം പണം ദൂർത്തടിക്കുന്നതും ചെലവാക്കുന്നതും ഒക്കെ കാണാം. ഇത് വെറും സാമ്പത്തിക അനീതിയല്ല, മനുഷ്യന്റെ അധ്വാനത്തെ അപമാനിക്കുന്ന ഒരു പാപമാണ്. വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി പറയുന്നു, കൂലിപ്പണിക്കാരന്റെ കൂലി സൂര്യൻ അസ്തമിക്കും മുമ്പ് കൊടുക്കണമെന്ന്. അത് വെറും ഒരു സാമ്പത്തിക നിർദ്ദേശമല്ല, ഒരു മനുഷ്യന്റെ വിശപ്പിനെയും കുടുംബത്തിന്റെ കണ്ണീരിനെയും ദൈവം കാണുന്നുവെന്ന ഓർമ്മപ്പെടുത്തലാണ്. ഒരു തൊഴിലാളിയുടെ ശമ്പളം വൈകുമ്പോൾ അവന്റെ വീട്ടിലെ അടുപ്പ് കത്താതാകും, കുട്ടിയുടെ പഠനം മുടങ്ങാം, മരുന്ന് വാങ്ങാനാകാതെ രോഗി വേദനിക്കാം, പുറമെ നിശബ്ദനായിരിക്കും, പക്ഷെ അവന്റെ ഹൃദയത്തിനുള്ളിലെ നിലവിളി ദൈവസന്നിധിയിലെത്തും. അവന്റെ നിലവിളി എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന ദൈവവചനം നമ്മെ ഭയപ്പെടുത്തേണ്ടതാണ്. തൊഴിലാളിയുടെ വിയർപ്പിൽ പണിത കെട്ടിടങ്ങൾ ഉയർന്നാലും അവരുടെ കണ്ണുനീർ അവഗണിക്കപ്പെടുമ്പോൾ ആ സമൃദ്ധിക്ക് അനുഗ്രഹത്തിന്റെ സമാധാനം ഉണ്ടാകില്ല. അന്യായമായി സമ്പാദിക്കുന്ന സമ്പത്ത് ചിലപ്പോൾ പുറമെ വിജയമായി തോന്നാം, എന്നാൽ അതിൻ്റെ പിന്നിൽ അടങ്ങിയിരിക്കുന്ന കണ്ണുനീരും നെടുവീർപ്പും പല തലമുറകളിലേക്കും കൈപ്പുള്ള ഫലങ്ങൾ വിതയ്ക്കാം. അതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത്, അന്യായത്തിന്റെ അപ്പം മധുരമായി തോന്നാം, പക്ഷെ അതിൻ്റെ തിക്തഫലം 7 തലമുറ വരെ അനുഭവിക്കേണ്ടി വരുമെന്ന്. ഇത് ശാപത്തിന്റെ ഭാഷയല്ല, അനീതിയുടെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഒരു ആത്മീയ മുന്നറിയിപ്പാണ്. കാരണം ഒരു തലമുറ ചെയ്യുന്ന അനീതി അടുത്ത തലമുറയുടെ സമാധാനത്തെ പോലും തകർക്കാറുണ്ട്. അന്യായമായി നേടിയ സമ്പത്ത് കുടുംബങ്ങളിൽ സമാധാനക്കേടും വിഭജനവും ദുഃഖവും വിതയ്ക്കുന്ന സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പലതും നമ്മൾ കണ്ടിട്ടുമുണ്ട്. എത്ര വലിയ മനുഷ്യനായാലും, ധനവാനായാലും, മന്ത്രിയായാലും, രാജകുമാരനായാലും മരണത്തിന് ശേഷം കൊണ്ടുപോകുന്നത് ധനസമ്പാദ്യങ്ങളോ സ്ഥാനമാനങ്ങളോ അല്ല, അവൻ ചെയ്ത നന്മകളും നീതിയും കരുണയും മാത്രമാണ്. മരണം കഴിഞ്ഞാൽ കൂട്ടിവെച്ച സമ്പത്തൊന്നും സഹായിക്കില്ല. ബാങ്കിലെ അക്കൗണ്ടുകളും സ്വർണവും സ്വത്തുക്കളും അധികാരവും പ്രശസ്തിയും ശവപ്പെട്ടിക്കപ്പുറം മനുഷ്യനെ അനുഗമിക്കില്ല. പക്ഷെ ഒരു വിശപ്പുള്ളവന് നൽകിയ അപ്പം, ഒരു ദുഃഖിതന്റെ കണ്ണുനീർ തുടച്ച കരുണ, ഒരു തൊഴിലാളിക്ക് നീതിയോടെ നൽകിയ കൂലി, ഒരു മനുഷ്യനോട് കാണിച്ച സ്നേഹം, അവ ദൈവസന്നിധിയിൽ നിത്യസാക്ഷികളായി നിലനിൽക്കും. നാം ഓർക്കേണ്ട ഒരു വലിയ സത്യം, നമ്മുടെ മരണശേഷം ആളുകൾ ഓർക്കുക നമ്മുടെ പണത്തിന്റെ അളവല്ല, നമ്മുടെ മനുഷ്യത്വത്തിന്റെ ആഴമാണ്. വലിയ വീടുകൾ പണിതവൻ എന്നതിലുപരി വലിയ ഹൃദയമുള്ളവൻ എന്ന ഓർമ്മയാണ് നിലനിൽക്കുന്നത്. പ്രാർത്ഥിക്കുന്ന കൈകളേക്കാൾ മഹത്വമുള്ളത് സഹായിക്കുന്ന കൈകളാണ്. വലിയ പ്രസംഗങ്ങളെക്കാൾ ശക്തമായത് സ്നേഹത്തോടെ ചെയ്യുന്ന ചെറിയ നന്മകളാണ്.